ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബൗണ്ടറീസും നമ്മുടെ കമ്മ്യൂണിക്കേഷനുമാണ് കേട്ടോ. ബൗണ്ടറി സെറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് കോച്ചിങ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് കോച്ചിങ് ആയിരുന്നു അത്. അതുപോലെ ഈ ഒരു വീക്കിൽ നെക്സ്റ്റ് 2 വീക്സ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ബൗണ്ടറി സെറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സാണ് കേട്ടോ. അതുപോലെ നമ്മൾ വാട്സപ്പ് ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഡെയിലി ഉള്ള ലൈഫ് അപ്ഡേറ്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കാം. ബൗണ്ടറി സെറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇതിൽ തീർച്ചയായിട്ടും സെൽഫ് ലവ് ഒരു പാർട്ടാണ്, മെയിൻ പാർട്ടാണ്. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? മതിലാണോ? അല്ല. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഡോറ് വിത്ത് ലോക്കോട് കൂടിയിട്ടുള്ള ഒരു ഡോറാണ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഈ ഒരു പോഡ്കാസ്റ്റിൽ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ട് ബൗണ്ടറി നമുക്ക് ഉണ്ടായിരിക്കണം, ബൗണ്ടറി ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അതുപോലെ എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം. ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ റിലാക്സ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഒരു വോയിസ് കേൾക്കുന്നതെങ്കിൽ എന്തെങ്കിലും നല്ല ചൂടുള്ള കോഫിയോ അല്ലെങ്കിൽ ഒരു ടീയോ ഒക്കെ എടുത്തിട്ട് റിലാക്സ് ചെയ്ത് ഒരു പുസ്തകം എടുത്ത് ഇരുന്ന് എഴുതിക്കൊണ്ട് കേൾക്കുക. അതായത് കേൾക്കുമ്പോൾ അതിലുള്ള മെയിൻ പോയിൻറ്റ്സൊക്കെയും നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് എഴുതിക്കൊണ്ട് കേൾക്കാം. അല്ലെങ്കിൽ വർക്കിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് കേട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ലൈഫിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്നതേ ഉള്ളൂ കേട്ടോ. എന്താണ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ? ബൗണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ സമയം, ഇതിനെയൊക്കെ സംരക്ഷിക്കലാണ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒരു അതിർവരമ്പ് അതിർവരമ്പ് കെട്ടുക എന്നുള്ളതാണ് ബൗണ്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഒരു അതിർവരമ്പ് നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഏരിയാസിലും നമ്മൾ വെക്കുന്നതോട് കൂടിയിട്ടാണ് എന്തൊക്കെ നമ്മൾക്ക് ഓക്കെയാണ്, നമുക്ക് ഓക്കെ അല്ല എന്നുള്ളത് നമുക്കും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ ക്ലിയർ ആവുന്നത്. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പണിഷ്മെൻ്റ് അല്ല, അത് നമ്മുടെ പ്രൊട്ടക്ഷൻ മാത്രമാണ്. അതുപോലെ ഈ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇമോഷണൽ കെയർ ആണ്. ശരിക്കും നമ്മളെ ശരിക്കും അങ്ങ് കെയർ ചെയ്യലാണ് ബൗണ്ടറി. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് അകറ്റി വെക്കലല്ല, സേഫായിട്ട് റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകലാണ്. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ കൺട്രോളല്ല, ക്ലാരിറ്റിയാണ്. ബൗണ്ടറി ഇല്ലാത്ത സ്നേഹം എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലിയർ ആക്കി തരാം. ബൗണ്ടറി ഇല്ലാതെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പിന്നെ നമുക്ക് വല്ലാത്ത ബാധ്യതയായിട്ട് മാറും. കൃത്യമായ ബൗണ്ടറി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള എല്ലാറ്റിനോടും അല്ലെങ്കിൽ എല്ലാവരോടും ശരിയായ കണക്ഷൻ ഫീൽ ചെയ്യും. ഏറ്റവും വലിയൊരു പോയിൻറ്റ്, നമുക്ക് നമ്മളെ നഷ്ടപ്പെടാതെ നോക്കാൻ പറ്റും ബൗണ്ടറി ഉണ്ടെങ്കിൽ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ ആൾ മാറിപ്പോയി, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് ശേഷം എൻ്റെ ലൈഫേ അങ്ങ് ചേഞ്ചായി എന്ന് നമ്മൾ പറയുന്നത് കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. നല്ല അതിർവരമ്പുണ്ടെങ്കിൽ നമ്മുടെ യെസ് ആയിരിക്കും, നോ ആയിരിക്കും. നമ്മൾ ഇതിനിടയിലുള്ളൊരു യെസ്സും നോയും പറയില്ല. അതായത് മനസ്സിൽ ചെറിയൊരു നോ വെച്ച് യെസ് പറയില്ല, അല്ലെങ്കിൽ മനസ്സിൽ യെസ് വെച്ചുകൊണ്ട് നോ പറയില്ല. ഈ ബൗണ്ടറി സെറ്റിംഗ് എന്നുള്ളത് ചെറിയൊരു വിഷയമേ അല്ല കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ഗ്രൂപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആഴത്തിൽ ബൗണ്ടറി സെറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാനായിട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് ആണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ബൗണ്ടറി. ഇനി നമുക്ക് എന്തുകൊണ്ട് ബൗണ്ടറി നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് നോക്കാം. വിത്തൗട്ട് ബൗണ്ടറി നമ്മുടെ എനർജി നഷ്ടപ്പെടാൻ തുടങ്ങും. ഇതിൽ കുറച്ച് സ്റ്റോറീസ് വെച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരുമായിട്ട് ഒരു തരത്തിലും ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുന്നത് എവിടെയാണ് എന്നുള്ളത് ഒരു പിടുത്തവും കിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ എനർജി അങ്ങ് തീരും. രാത്രി കിടക്കുമ്പോൾ പോലും നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടണം എന്നില്ല കേട്ടോ, കറക്റ്റായിട്ടുള്ളൊരു ബൗണ്ടറി ഇല്ലെങ്കിൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നു, പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ ഒരു കാര്യം പറഞ്ഞു വരുന്നു, അത് നിങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ കുട്ടികൾ എക്സ്ട്രാ കുറച്ച് വർക്ക് കൂടി നിങ്ങൾക്ക് തരുന്നു. ഗ്രാൻഡ് പാരൻസ് ചില കാര്യങ്ങൾക്ക് നിങ്ങളെ വിളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓഫീസിലേക്ക് പോകണം. ഓഫീസിൽ ചെന്ന ഉടനെ തന്നെ ബോസ് കുറച്ചധികം കാര്യങ്ങൾ അങ്ങ് മുൻപിലേക്ക് വെച്ചുതരാണ്. മറ്റൊരാളുടെ ജോലിയാണ്, പക്ഷേ നിങ്ങൾക്ക് നോ പറയാൻ പറ്റാത്തതുകൊണ്ട്, കൃത്യമായിട്ടുള്ള ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളതിന് യെസ് പറയുന്നു. ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വഴിയിൽ കാണുന്ന ഒരാൾ ഒരു പേഴ്സണലായിട്ടുള്ള ഇഷ്യൂ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം അവർ ചോദിക്കുന്നു. അതിന് മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും നിങ്ങൾക്ക് വയ്യാതാവുന്നു. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ വീണ്ടും ജോലി, ആരോട് എന്ത് പറയണം എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള
അതിർവരമ്പ് ഇതുവരെയും നിങ്ങൾ സ്ഥാപിച്ചിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ നല്ല ഒരു കാര്യം പോലും ചെയ്തതായിട്ട് ഫീൽ ചെയ്യില്ല. നിങ്ങളുടെ ലൈഫ് ബാധ്യതയാണ് എന്ന് മാത്രമേ നിങ്ങൾക്ക് തോന്നുള്ളൂ. പ്രിയപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പലതും കേട്ടതെങ്കിലും ചെയ്തതെങ്കിലും അല്ലെങ്കിൽ ഓടി നടന്നതെങ്കിലും ഒന്നിനും അർത്ഥമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. എന്തൊരു ജീവിതം, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യം മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ ഉയരുള്ളൂ. നിങ്ങൾ എത്ര ഫുഡ് കഴിച്ചാലും നിങ്ങൾക്ക് എനർജി ഉണ്ടാവില്ല. നിങ്ങളുടെ മനസ്സ് റിലാക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഇല്ലെങ്കിൽ ഒരു തരത്തിലും അതിനെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എത്ര മെഡിസിൻ എടുത്താലും നിങ്ങളുടെ രോഗത്തിനൊരു ശമനം ഉണ്ടാവില്ല. എല്ലാം കൊണ്ടും എല്ലാ സമയത്തും ഡ്രെയിൻഡ് ആയിട്ടൊരു വരണ്ട മരുഭൂമി പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക. നിങ്ങൾ എന്തുകൊണ്ട് ബൗണ്ടറി സെറ്റ് ചെയ്യണം? ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചില ആൾക്കാരോട്, നിങ്ങൾക്ക് അധികം കണക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ശരിയായ ബാധ്യതയില്ലാത്ത ആൾക്കാരോട് യെസ് പറഞ്ഞ് നിങ്ങൾക്ക് ബാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെ മാത്രം സ്നേഹിച്ച് നിങ്ങളെ മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാരോടായിരിക്കും നിങ്ങൾ ഏറ്റവും മോശം വശം കാണിക്കുക. ക്ലിയർ ആയിട്ടോ? അതായത് നിങ്ങൾ നോ പറയേണ്ട ഒരിടത്ത് നിങ്ങൾ നോ പറഞ്ഞില്ല. ഒരു പുറത്തുള്ളൊരു വ്യക്തി നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, പെട്ടെന്ന് തീരുമാനം പറയുന്നു. നിങ്ങൾക്ക് അവിടെ നോ ആയിരുന്നു പറയേണ്ടത്, പക്ഷേ ഒരു പ്രഷറിൽ നിങ്ങളങ്ങ് യെസ് പറഞ്ഞു പോയി, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ യെസ് പറഞ്ഞു പോയി എന്നാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന ചിലപ്പോൾ പ്രിയപ്പെട്ട ഒരു പാർട്ട്ണർ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ മാത്രം നോക്കി നിൽക്കുന്ന നിങ്ങളുടെ കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാർ ആരാണെങ്കിലും നിങ്ങൾ മാത്രം നോക്കിയിരിക്കുന്ന ആ ആൾക്കാർക്ക് കൊടുക്കാൻ പിന്നെ യെസ് ഉണ്ടാവില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് യെസ് പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ ലൈഫിൽ സമാധാനം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ സമാധാനം നിങ്ങൾ മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. മറ്റുള്ളവർക്ക് ഹേർട്ടാവാതിരിക്കാൻ നിങ്ങളെ ഹേർട്ടാക്കിക്കൊണ്ടേയിരിക്കും. മറ്റുള്ളവർക്ക് വിഷമം തോന്നാതിരിക്കാൻ അല്ലെങ്കിൽ അവർ തോറ്റുപോയി എന്ന് തോന്നാതിരിക്കാൻ നിങ്ങൾ തോറ്റുകൊണ്ടേയിരിക്കും, നിങ്ങൾ വിഷമിച്ചുകൊണ്ടേയിരിക്കും. കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊന്നും ഉണ്ടാവില്ല. നിങ്ങളെപ്പോഴും കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. ഇത് നല്ല രീതിയിൽ എല്ലാം നോക്കി കൊടുക്കുന്ന ആളെക്കുറിച്ചല്ല പറയുന്നത്. ഉള്ള എനർജി മുഴുവനും അല്ലെങ്കിൽ ഉള്ളതൊക്കെയും ഒന്നും നോക്കാതെ, ആരെയും നോക്കാതെ, സ്വന്തം ആൾക്കാർക്ക് ഒന്നും വെക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം കൊടുത്ത് ഒന്നും ഇല്ലാതാക്കുന്ന ആൾക്കാരെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇതിൽ പറയുന്ന ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ, ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നമ്മളെപ്പോഴും നല്ലൊരു റോൾ മോഡലാണ് ആവേണ്ടത് നമ്മുടെ കുട്ടികൾക്ക്, അല്ലേ? നമ്മളെന്താണോ കാണിക്കുന്നത് അത് തന്നെയാണ് കുട്ടികൾ അറിയാതെ ഫോളോ ചെയ്യുക. ചില കുട്ടികൾ മാറി ചിന്തിക്കും. അതായത് എൻ്റെ പാരൻസ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഇന്നാൾ ഇങ്ങനെയാണ്, എനിക്കതുപോലെ ആവേ വേണ്ട, എൻ്റെ റോൾ മോഡലാണ് ആ ആൾ, എങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നതിൻ്റെ ഈ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പലരുടെയും ലൈഫിൽ നിന്ന് പഠിച്ചൊരു സംഗതി ശരിക്കും ഇതാണ്. ചില ആൾക്കാരെ പോലെ ആവാൻ പാടില്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു ഏജ് മുതൽ ചിന്തിച്ചത് തന്നെ. ഇന്ന പോലെ ആവാനേ പാടില്ല. അവരൊരു ബുക്കാണ്. അതായത് ഫെയിലറിൻ്റെ ഒരു ബുക്കായിരിക്കും ചിലർ. തോൽവി മാത്രം കാണിച്ചു തന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ ചുറ്റും. നമ്മൾ സക്സസ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് നോക്കാറുണ്ട്. പക്ഷേ തോറ്റ ആൾക്കാരിലേക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് അവരെ കുറ്റപ്പെടുത്താനല്ല, അല്ലെങ്കിൽ നമുക്ക് അഹങ്കരിക്കാനല്ല. നമ്മുടെ ലൈഫിൽ ആ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് അവരിലേക്ക് നോക്കാം. നമുക്ക് ചുറ്റുമുള്ള എല്ലാറ്റിനോടും കറക്റ്റായിട്ടുള്ള ബൗണ്ടറി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അൺലിമിറ്റഡ് ആയിട്ട് സ്നേഹിക്കാനായിട്ട് കഴിയും. നമുക്ക് ബൗണ്ടറി ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മളിലേക്ക് കൊടുക്കാൻ ഒന്നും ഉണ്ടാവില്ല. ഇനി എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നോക്കാം. അതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ട്രിഗർ പോയിൻറ്റ്സ് നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ ചെയ്താലാണ്, അല്ലെങ്കിൽ കണ്ടാലാണ് നമ്മൾ ആകെ ടയേർഡായി മാറുന്നത്, നമുക്ക് ആകെ ക്ഷീണം തോന്നുന്നത്, ബുദ്ധിമുട്ട് തോന്നുന്നത്. ആ ട്രിഗർ പോയിൻറ്റ്സ് നോട്ട് ചെയ്യാൻ തുടങ്ങുക. ഏത് കാര്യത്തിന് ശേഷമാണ് നിങ്ങൾക്ക് എനർജി ഇല്ല, വറ്റിപ്പോയി എന്നൊക്കെ തോന്നുന്നത്? എന്ത് കാര്യത്തിന് ശേഷമാണ്? ആരെ കണ്ടതിന് ശേഷമാണ്? ഏത് ജോലിക്ക് ശേഷമാണ്? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്കിതിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ട്രിഗർ പോയിൻറ്റ് നിങ്ങളുടെ ഒരു അമ്മായി, അവർ വീട്ടിൽ വന്നാലൊക്കെയും നിങ്ങൾ ആകെ ഡ്രെയിൻ ആയ പോലെ തോന്നുകയാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്തു എന്നാണെങ്കിൽ ഇനി അങ്ങോട്ട് അവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ ആദ്യം ഈ ഒരു ട്രിഗർ പോയിൻ്റ്, ഓക്കെ, ഇത് ഉറപ്പ് വരുത്തുക. ഇന്ന ആൾക്കാരാണ് എന്നെ ഡ്രെയിൻ ആക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്ത് കഴിഞ്ഞാലാണ്
ഞാൻ മൊത്തത്തിലങ്ങ് മരവിച്ചു പോകുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്കുണ്ടാവുന്ന പ്രയാസങ്ങളൊന്നാദ്യം നോട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ച് സ്വന്തത്തോട് സംസാരിച്ച് തുടങ്ങുക. ഓക്കെ, ഇന്ന വ്യക്തികളാണ് ഇന്ന പോലുള്ള മാറ്റങ്ങൾ എന്നിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇന്ന ജോലികൾ, അല്ലെങ്കിൽ ബോസ് പറയുന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാനല്ലാതായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ എനിക്കെന്നെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നത്. ഇനി നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, കഴിയില്ല എന്നുള്ളത് തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇത് ഞാനും ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുൻപിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള ആൾക്കാരെ, ചെറിയ പ്രായം മുതലേ പേടിച്ച ആൾക്കാരെ ഞാൻ അവരെ ഓപ്പോസിറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കും. എന്നിട്ട് കണ്ണാടി നോക്കി അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന പോലെ ഞാൻ എൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുമായിരുന്നു. നിങ്ങൾക്ക് പേടിയുള്ള അല്ലെങ്കിൽ ടെൻഷൻ തോന്നുന്ന ആൾക്കാരോട്, അവരോട് നോ പറയുന്നത് നിങ്ങൾക്ക് കണ്ണാടി നോക്കി പറയാം. നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി അവരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. സംസാരിച്ച് പഠിക്കുമ്പോൾ തന്നെ സ്ലോ ആയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ചെറിയ പ്രായം മുതലേ ഒട്ടും ബൗണ്ടറി ഇല്ലാതെ വളർന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു ബേജാറെന്ന് പറയും നമ്മുടെ നാട്ടിൽ. അതായത് നമുക്ക് ആങ്സൈറ്റി കൂടും. എനിക്ക് സംസാരം തെറ്റിപ്പോകുമായിരുന്നു ഈ ഒരു കാര്യങ്ങൾ ഞാൻ എന്നെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഞാൻ ഓൾറെഡി കണ്ണാടി നോക്കിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ചെറിയ പ്രായം മുതലേ പേടിച്ചിരുന്ന ആൾക്കാരെ നേരെ കാണുമ്പോൾ പിന്നെ അവരോട് സംസാരിക്കുമ്പോൾ എൻ്റെ സംസാരം ഫാസ്റ്റായി പോവും. സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകും. പറയേണ്ടതല്ലാത്ത വാക്കുകൾ പെട്ടെന്ന് പുറത്തേക്ക് ചാടും. എൻ്റെ വാക്കുകൾ കൂട്ടിക്കെട്ടി എന്തൊക്കെയോ ആയിട്ടായിരിക്കാം ചില സമയത്ത് പുറത്ത് വരുന്നത്. എനിക്ക് തന്നെ എന്നോട് നാണക്കേട് തോന്നുന്ന അവസ്ഥകൾ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ച് പഠിക്കുമ്പോൾ തന്നെ, മറ്റുള്ളവരോട് നോ പറയാൻ വേണ്ടി സംസാരിച്ച് പഠിക്കുമ്പോൾ തന്നെ സ്ലോ ആയിട്ട് സംസാരിച്ച് പഠിക്കുക. ഇറ്റ്സ് ഓക്കെ പറയാം സ്വന്തത്തോട്, ധാരാളമായിട്ട് ഇറ്റ്സ് ഓക്കെ പറയാം. ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണെന്ന് പറയുന്ന പോലെ ധാരാളം ഇറ്റ്സ് ഓക്കെ സ്വന്തത്തോട് പറയുന്നത് നമ്മുടെ മനസ്സിന് നല്ലതാണ്. ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കുക. ഇറ്റ്സ് ഓക്കെ, നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാം. ഇറ്റ്സ് ഓക്കെ, തെറ്റിക്കോട്ടെ, അല്ലെങ്കിൽ നീ ട്രൈ ചെയ്ത് നോക്ക്, തെറ്റ് പറ്റാം, ഇറ്റ്സ് ഓക്കെ. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ മറ്റുള്ളവരോട് നോ പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം തന്നെ, പ്രത്യേകിച്ച് നമ്മളെ ദ്രോഹിച്ച ആൾക്കാരോടൊക്കെ നോ പറയുമ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് തന്നെ അവർക്ക് എന്തെങ്കിലും വിഷമാവോ എന്നുള്ളതായിരിക്കും. പക്ഷേ ആ ദ്രോഹിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ മോശമായിട്ടുള്ള വാക്കുകൾ പറയുന്ന ആൾക്കാർക്ക് ഈ ഒരു ചിന്ത ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗിൽട്ടിൻ്റെ ആവശ്യമില്ല. നോ പറയേണ്ടടുത്ത് നോ തന്നെയാണ് പറയേണ്ടത്. നോ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ തെറ്റുകാരനാവുന്നില്ല. നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മുടെ സമയം പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോ പറയുമ്പോൾ അത് പറയുന്നത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അതും നമ്മൾ ചിന്തിക്കേണ്ടതില്ല, അവർ അക്സെപ്റ്റ് ചെയ്യുമെന്നൊന്നും. നമ്മൾ നോ പറയുമ്പോൾ എല്ലാവരും അത് കേൾക്കണം എന്നില്ല, മനസ്സിലാക്കണം എന്നില്ല. ചിലപ്പോൾ എതിർപ്പുകൾ വരാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻ കാണിക്കാം. പക്ഷേ നോ പറയുന്നത് നമുക്ക് വേണ്ടിയാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാം, നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് പറയാം, നമുക്കത് കണ്ടിന്യൂ ചെയ്യാം ലൈഫിൽ. തീർച്ചയായും നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം കേട്ടോ. പക്ഷേ നിങ്ങളുടെ മനസ്സത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സത്യം അറിയാം എന്നാണെങ്കിൽ, ആ സത്യവുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല, നമുക്ക് നമ്മുടെ നോ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട്. മറ്റൊന്ന്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നെങ്കിൽ, അതായത് എനിക്കൊക്കെ ഉണ്ടായിരുന്നൊരു സ്വഭാവമായിരുന്നു. ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ, ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ എൻ്റെ പാറ്റേൺ ഇപ്പോഴും ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറിയ പ്രായം മുതലേ ഈ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നാൽ നല്ല കുട്ടി, അല്ലെങ്കിൽ സ്വീറ്റായിട്ട് സംസാരിച്ചാൽ നല്ല കുട്ടി, എല്ലാവരോടും അങ്ങോട്ട് കയറി സംസാരിച്ചാൽ നല്ല കുട്ടി, അല്ലെങ്കിൽ ഒരു സൈലൻസിന് ഇട കൊടുക്കാതെ ബ്ലാ 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 സംസാരിച്ചാൽ നല്ല കുട്ടി എന്നൊക്കെ വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ. അത് വലുതായിട്ട് അതങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ അവിടെ സൈലൻസ് വന്നാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഉടനെ കയറി സംസാരിച്ചത് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അകന്ന ബന്ധുക്കളൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവാണെന്ന് പറയുമ്പോൾ ഞാൻ അഭിമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റിയൽ ഞാനല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കുറേ കാലം എടുത്തു. അത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു നാടകമാണ് എന്നുള്ളത് പിന്നെയാണ് ശരിക്കും എനിക്ക് മനസ്സിലായത്. ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്, അത് ഞാനില്ലെങ്കിൽ അവിടെ ഒച്ചപ്പാടും ബഹളവും ഇല്ല. ഞാൻ ഉണ്ടായാലാണ് അവിടെ എല്ലാവരും ഹാപ്പി ആവുന്നത്. ഈ ഒരു തോട്ട് എൻ്റെ ഉള്ളിലുണ്ട്.
അതായത് ഞാൻ എല്ലാവരെയും ഹാപ്പിയാക്കി നിർത്താനുള്ള ഒരു ഉപകരണം എന്ന രീതിയിലുള്ള തോട്ട്. എന്തായാലും നിങ്ങളിങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ട്രൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടത്, ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കാനായിട്ട് നോക്കുക. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാലോ. നമ്മളെവിടെയെങ്കിലും സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സംസാരിക്കുന്നതിന് പകരം നമ്മളൊന്ന് സൈലൻ്റ് ആയിട്ടിരുന്നാൽ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട ബിഹേവിയർ മാത്രമാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നാച്ചുറലായിട്ട് നിങ്ങളൊരു കിലുക്കാൻ പെട്ടിയാണെങ്കിൽ നിങ്ങളത് മാറ്റേണ്ടതില്ല. പീപ്പിൾ പ്ലീസിങ്ങിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ ആ രീതിയിൽ മോൾഡ് ചെയ്തെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയായ നേച്ചറിലേക്ക് തിരിച്ചു പോകാം. ഈ ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കാര്യങ്ങൾ ക്ലിയറായി വളരെ ശബ്ദത്തിൽ പറയലാണോ? അല്ല. നമുക്ക് ഓരോന്നിലും ഓരോ അവസ്ഥക്കനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇപ്പോൾ ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ എല്ലാ സമയത്തും ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികൾ അനുസരിക്കില്ല. എല്ലാം കേൾക്കുമ്പോൾ അത് കുട്ടികൾക്കൊരു പാട്ട് പോലെ മാത്രമേ തോന്നുള്ളൂ, അല്ലേ? അത് കേട്ട് വളരെ നോർമലായിട്ട് മാറും. നമ്മളൊരു റേഡിയോ പോലെ പറയൽ മാത്രമായിപ്പോവും. അവിടെ നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാം. നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കാനായി, നിങ്ങളുടെ കുട്ടികൾ ബഹുമാനിക്കാനായി നിങ്ങൾക്ക് പറയുന്ന വാക്കുകൾ ചുരുക്കം. അതും ബൗണ്ടറിയുടെ ഭാഗമാണ്. പറയേണ്ടത് മാത്രം പറയാന്നുള്ളത്, ആവശ്യമുള്ളത് എല്ലാം ആവശ്യമുള്ളതായിരിക്കും. കുട്ടികൾ പഠിക്കണം, ഡ്രസ്സ് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് പ്ലേറ്റ് അപ്പുറത്തെടുത്ത് കൊണ്ടുപോയി വെക്കണം, അല്ലെങ്കിൽ അവനവൻ്റെ ടിഫിൻ ബോക്സ് കഴുകി വെക്കണം. എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ട് തോന്നാം. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം സെലക്ട് ചെയ്ത് അത് മാത്രമേ ഇനി ഞാൻ പറയുള്ളൂ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അവിടെ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് സൈലൻ്റായിട്ട് ഇരിക്കേണ്ടടുത്ത് സൈലൻ്റായിട്ടിരിക്കാം. എല്ലായിടത്തും നമ്മൾ ബഹളം വെക്കേണ്ടതില്ല, സംസാരിക്കേണ്ടതില്ല. പറയേണ്ട വാക്കുകൾ പ്രത്യേകം സെലക്ട് ചെയ്ത് അത് മാത്രം നമുക്ക് സംസാരിക്കാം. ക്ലിയറായി പറയേണ്ട നോ നമുക്ക് പറയാം. അത് നമുക്ക് കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്യാം. യെസ് പറയേണ്ടത് നമുക്ക് അതും പറയാം. അതും യെസ്സും ബൗണ്ടറിയുടെ ഭാഗമാണ്. ആരോടുള്ള യെസ്? എന്നോടുള്ള യെസ്. നിനക്കിത് വേണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത്ര ആവശ്യമൊന്നുമില്ല. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ ഹസ്ബൻഡിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു സംഗതിയായിരുന്നു. അതായത് ഹസ്ബൻഡ് എന്തെങ്കിലും കാര്യം, ഓക്കെ ഇത് വേണോ, ഒരു ഷോപ്പിൽ പോയി, ഇപ്പോൾ ഡ്രസ്സ് എടുക്കാനായിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവുക. അപ്പോൾ ഡ്രസ്സ് നോക്കുന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കുന്നത് വിലയായിരിക്കും. എൻ്റെ മനസ്സിൽ എപ്പോഴും ഇൻസെക്യൂരിറ്റി മാത്രമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വില നോക്കി വെക്കും ഞാൻ. അപ്പോൾ ഹസ്ബൻഡ് ഇത് വേണോ എന്ന് ചോദിച്ചാൽ ആ വേണോ എന്നുള്ളതിൻ്റെ പിന്നിലുള്ള ഒരു വേണ്ട ഹസ്ബൻഡ് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട്, കാരണം ഞാൻ എല്ലായിടത്തും കുറഞ്ഞു നിൽക്കണം, താഴ്ന്നു നിൽക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ സന്തോഷിപ്പിക്കണം. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞത് എടുക്കുക, അല്ലെങ്കിൽ നോ പറയലാണ് ഹസ്ബൻഡിന് സന്തോഷം എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് എനിക്ക് യെസ് പറയണ്ട. എൻ്റെ ഉള്ളിൽ യെസ് സ്ക്രീം ചെയ്യുന്നുണ്ടാവും. ഈ ഡ്രസ്സ് വേണമെന്ന് ചോദിക്കുമ്പോൾ യെസ് പറയാൻ വേണ്ടി എൻ്റെ ഉള്ളിലിങ്ങനെ എന്താ പറയുക, ശരിക്ക് ഉള്ളിലിങ്ങനെ കൂക്കി വിളിച്ച് പറയുന്നുണ്ടാവും, യെസ് പറയുന്നു. പക്ഷേ പുറത്ത് ഞാൻ വളരെ സോഫ്റ്റായിട്ട് പറയും, വേണ്ട ആരിസ്ക, എനിക്കിത് വേണ്ട, ഇതെടുത്താൽ മതി, വേറെ അതിനേക്കാളും മോശമായിട്ടുള്ള അല്ലെങ്കിൽ വില കുറവുള്ള ഒരു സംഗതി നോക്കിയിട്ട് ഞാൻ പറയും ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ യെസ് പറയേണ്ടതും ബൗണ്ടറിയുടെ ഭാഗമാണ്. നമ്മൾ തന്നെ നമ്മളെ ഇടിച്ച് താഴ്ത്തേണ്ടതില്ല. യെസ് പറയേണ്ടടുത്ത് യെസ് പറയാം. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് പറയാം, ഇന്നതാണ് എനിക്ക് വേണ്ടതെന്ന്. ഇതൊക്കെ ഒരുപാട് വർഷം എടുത്തിട്ടോ, എനിക്ക് മാറാനായിട്ട് ഒരുപാട് വർഷം എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഒരുപാട് ഏരിയാസിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടായിരുന്നു. പക്ഷേ മാറ്റം കൊണ്ടുവന്നു. ഇപ്പോൾ എനിക്ക് ഏത് പാതിരാത്രി ആണെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ക്ലിയറായിട്ട് ഹസ്ബൻഡിനോട് പറയാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ നോ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ചും നോ പറഞ്ഞ് അവസാനം ഇവള് പൈസ ചിലവാക്കേയില്ല എന്ന രീതിയിൽ, അതായത് ഡ്രസ്സിനൊന്നും പൈസ ചിലവാക്കേയില്ല, ഇവളെ കണ്ടുപഠിക്കണം എന്നുള്ള രീതിയിലുള്ള നല്ല വാക്കും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് അഭിമാനമാണോ? അന്ന് എനിക്ക് അഭിമാനമായിരുന്നു കേട്ടോ. അത് കേട്ട പിന്നെ ഞാൻ തീരെ പൈസ ചിലവാക്കില്ലായിരുന്നു. അതായത് ഹസ്ബൻഡിനോട് എല്ലാ കാര്യത്തിനും അത് വേണ്ട ഇത് വേണ്ട എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അത് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ വല്ലാത്തൊരു അഭിമാനമായിരുന്നു. ഇന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ അത്രത്തോളം നാണക്കേടുള്ളൊരു സംഗതിയില്ല. അതായത് എന്നെ എല്ലാ വിധത്തിലും കുറച്ചുകൊണ്ടാണ് ഞാൻ ശരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനിച്ചത്. അതായത് ഞാൻ ഇന്നിനും പൈസ ചിലവാക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ പറയും, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം. അതായത് എൻ്റെ മോന് ഡ്രസ്സ് എടുക്കും, എൻ്റെ മോന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ പ്രോത്സാഹിപ്പിക്കും, നല്ല നല്ല ഡ്രസ്സ് എടുക്കാനും ഷൂസ് എടുക്കാനൊക്കെ പ്രോത്സാഹിപ്പിക്കും. പക്ഷേ എൻ്റെ കാര്യം വരുമ്പോൾ ഞാനങ്ങ് എല്ലാം വെട്ടിക്കളയും, ചുരുക്കിക്കളയും, ബജറ്റ് നോക്കും. അപ്പോൾ അന്ന് എനിക്ക് അഭിമാനമായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് ആലോചിക്കുമ്പോൾ അയ്യോ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല.
പിന്നെ മറ്റൊന്ന്, ഓവറായിട്ട് ഇപ്പോൾ നമ്മളൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക. ഈ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് ശീലമായിട്ടുണ്ടെങ്കിൽ മാറാൻ ഒരുപാട് വർഷങ്ങളെടുക്കും. എനിക്കിപ്പോഴും മാറാൻ ബാക്കിയുള്ളൊരു സംഗതി കൂടിയാണ്. കുറേ ഏരിയാസിൽ മാറിയിട്ടുണ്ട്. പ്രൊഫഷണലായിട്ടൊക്കെ വരുമ്പോൾ കുറേ ഏരിയാസിൽ മാറിയിട്ടുണ്ടെങ്കിലും പേഴ്സണലായിട്ട് വരുമ്പോൾ കുറച്ച് ഏരിയാസിൽ എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് നോ പറഞ്ഞാലും അതിൻ്റെ പുറകിലുള്ള സംഗതി എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. ഞാൻ ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ എൻ്റെ ബ്രെയിനും എൻ്റെ വായും അങ്ങ് കണക്റ്റായി സംസാരിക്കും അതിൻ്റെ നോയുടെ പിന്നിൽ എന്താണെന്ന്. ബൗണ്ടറിയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ് നോ പറഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള കഥ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരോടാണെങ്കിലും എത്രയും പെട്ടെന്ന് പറഞ്ഞ് ക്ലിയറാക്കുക എന്നുള്ളത് നമ്മുടെ ബൗണ്ടറിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങ് പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നത് വരെ വെക്കേണ്ടതില്ല. പരമാവധി വേഗത്തിൽ തന്നെ ക്ലിയർ ആക്കുക. ഇതും പറയുന്നത് പോലെ ഈസി ആയിട്ടുള്ള സംഗതിയല്ല. ഇതിൽ പറയുന്ന ഒരു കാര്യവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുവിധം എല്ലാറ്റിനോടും ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടും ഒരു വ്യക്തിയോട് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റാതെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അവസാനം പൊട്ടിത്തെറിയിലാണ് ആ ഒരു ബൗണ്ടറി സെറ്റാവുന്നത്. അപ്പോൾ ആ ഒരു പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ അത് നമ്മളും തകർന്നു പോകും. അങ്ങനെയുള്ള പൊട്ടിത്തെറിയിൽ നമ്മളും തകർന്നു പോകും. നമ്മൾ ചെറിയ പ്രായം മുതലേ ഭയങ്കരമായിട്ട് പേടിച്ച് അനുസരിച്ച് നിന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അത് ഒരിക്കലും ഈസിയല്ല, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിരന്തരം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നോ പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ റോൾ മോഡലാക്കാം. ഒരാളുടെ വീഡിയോ മാത്രം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഫോളോ ചെയ്യാം. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ചുറ്റും നോ പറയുന്ന ആൾക്കാരില്ല, ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന ആൾക്കാരില്ല എന്നാണെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഹെൽപ്പ് നിങ്ങൾ തേടുക. എന്ത് നോ പറയുമ്പോഴും അല്ലെങ്കിൽ യെസ് പറയുമ്പോഴും നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ആർക്കും മനസ്സിലാവും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. മനസ്സിലാക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിക്കോട്ടെ. ആര് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഞാനാണ് എന്നുള്ളത് സ്വന്തത്തോട് റിപ്പീറ്റ് ചെയ്യുക. അതായത് ഞാൻ മനസ്സിലാക്കിയ സത്യം അത് സത്യമാണ്. ആര് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അത് സത്യമാണ് എന്നുള്ളത് സ്വന്തത്തോട് റിപ്പീറ്റ് ചെയ്യുക. ഇതിലൊക്കെയും ബോഡി ലാംഗ്വേജ് വലിയൊരു വിഷയമാണ് കേട്ടോ. അത് ഇവിടെ സംസാരിക്കാൻ തുടങ്ങിയാലും നിർത്താൻ പറ്റില്ല. കുറേയുള്ള ഡീപ്പായിട്ടുള്ളൊരു വിഷയമാണ് ബോഡി ലാംഗ്വേജ്. അത് മറ്റൊരു പോഡ്കാസ്റ്റിൽ ക്ലിയർ ആക്കാം കേട്ടോ. പിന്നെ പരമാവധി ആരോടാണെങ്കിലും ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് പരമാവധി സോഫ്റ്റായിട്ട് പീസ്ഫുള്ളായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പറയുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യമാണെങ്കിലും പരമാവധി സോഫ്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടതാണെങ്കിൽ ഈ സോഫ്റ്റായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എത്ര സോഫ്റ്റ് ആവാൻ നോക്കിയാലും ഹാർഡായിട്ടുള്ള വേർഡ്സ് ആയിരിക്കാം പുറത്തേക്ക് വരുന്നത്. ഇറ്റ്സ് ഓക്കെ, ട്രൈ ചെയ്യുക. നേരത്തെ കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എഴുതിയും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓരോരുത്തരോടും എന്തൊക്കെ സംസാരിക്കണം, സംസാരിക്കാൻ പാടില്ല, ഏത് രീതിയിലായിരിക്കണം ഇന്ന കാര്യങ്ങളിൽ നോ പറയുന്നത് അല്ലെങ്കിൽ യെസ് പറയുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എഴുതി നോക്കാം. ഒരുപാട് അനുഭവിച്ച ആൾക്കാർ യെസ് പറയുമ്പോഴാണെങ്കിലും നോ പറയുമ്പോഴാണെങ്കിലും അത് ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ പറയാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് എനിക്കിത് വേണം അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല, ഈ രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു രീതി വരാൻ അത് വളരെ നോർമലായിട്ട് വരും. പക്ഷേ നമ്മളെ ചേഞ്ച് ആക്കുകയാണല്ലോ ചെയ്യുന്നത്, നല്ലതിലേക്ക് ചേഞ്ച് ആക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ ആവാനായിട്ട് ട്രൈ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് തന്നെ ആയി മാറാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. ഒറ്റ ദിവസം കൊണ്ട് മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല. മിസ്റ്റേക്സിലൂടെ മാത്രമേ ഇതൊക്കെ ശരിയാക്കി കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഞാൻ ഈ ബൗണ്ടറി സെറ്റിങ്ങും കമ്മ്യൂണിക്കേഷനൊക്കെ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ ഇപ്പോഴും ഇടയ്ക്ക് ഓരോ സംഗതിയിലങ്ങ് പെട്ടുപോകുമ്പോൾ അയ്യോ എന്നിങ്ങനെ തലക്ക് വെച്ച് പറയാറുണ്ട്. അയ്യോ ഇത്ര ട്രൈ ചെയ്തിട്ട് പിന്നെയും പോയി പെട്ടല്ലോ എന്നുള്ളത് ചിന്തിച്ച് പോകാറുണ്ട്. ചിലപ്പോൾ പല്ലടിച്ചിരുന്ന് പോകാറുണ്ട്. ആ ഒരു നാണക്കേടുമുണ്ട്. ഇറ്റ്സ് ഓക്കെ അല്ലേ, നമ്മൾ മിസ്റ്റേക്കിലൂടെ മാത്രമേ പഠിക്കുകയുള്ളൂ. ഇനി ബൗണ്ടറി സെറ്റ് ചെയ്താലുള്ള നേട്ടങ്ങളൊന്നും നോക്കിയാലോ നമുക്ക്. ലൈഫ് ശരിക്കും സമാധാനമായിരിക്കും. നമുക്ക് ആരോടും പ്രത്യേകിച്ചൊന്നും പറയാനോ കേൾക്കാനോ ബാധ്യതയോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം സമാധാനത്തിലായിരിക്കും. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആരോട് എന്തൊക്കെ പറയണം, അല്ലെങ്കിൽ എന്തൊക്കെ എൻ്റെ ബാധ്യതയിൽ വരുന്ന കാര്യമല്ല, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അത് അവരുടെ പ്രശ്നമാണ്, ഇതൊക്കെയും നമുക്ക് ക്ലിയർ ആകുമ്പോൾ നമ്മുടെ ലൈഫ് സമാധാനമായിരിക്കും. ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം ഇട്ട് ഓടാന്നൊന്നും അല്ല കേട്ടോ അർത്ഥം. കറക്റ്റായിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൊബൈലൊക്കെ എടുക്കുമ്പോൾ, അതായത് ചില ആൾക്കാരുടെ കോൾ വരുമ്പോഴുള്ള പേടിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പിന്നെ ഉണ്ടാവില്ല. റിലേഷൻഷിപ്പ്, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങളും നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമുക്ക് നമ്മുടെ ചിന്തകളെ വിശ്വാസം വരും.
അല്ലെങ്കിൽ നമുക്ക് നമ്മളോടൊരു വിശ്വാസം തോന്നും, നമുക്ക് സ്നേഹം തോന്നും, നമുക്ക് കൊടുക്കാൻ ഒരുപാട് സമയം ബാക്കി കിടക്കും. നമ്മുടെ മനസ്സിൻ്റെ ഭാരവും ശരീരത്തിൻ്റെ ഭാരമൊക്കെ കുറഞ്ഞതായിട്ട് തോന്നും. നമ്മുടെ ദേഷ്യം കുറയും. നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം കുറയും. നമുക്ക് എങ്ങനെയാണ് ദേഷ്യം വരുന്നത്? കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് മാനേജ് ചെയ്യാൻ നോക്കുമ്പോഴാണ്, കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോഴാണ് ദേഷ്യം കൂടുന്നത്, അല്ലേ? കൺട്രോൾ ഇല്ലാത്ത കാര്യമൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞ് അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമൊക്കെ ഫോക്കസ് ചെയ്ത് പോകുന്നതാണെങ്കിൽ, നല്ല കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സമാധാനമായിരിക്കും. ദേഷ്യമൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് അങ്ങ് പറന്നു പോയിക്കോളും. പിന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഉള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ബന്ധങ്ങളും പിന്നെ അങ്ങനെയുള്ളതായിരിക്കും കേട്ടോ. മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് തന്നെ ആയിരിക്കും പിന്നെ നമുക്ക് കണക്ഷൻസ് ഉണ്ടാവുക. നമ്മളെ മനസ്സിലാക്കുന്ന, അതായത് നമ്മൾ സൈലൻ്റ് ആയാൽ ആ സൈലൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ തന്നെ ആയിരിക്കും പിന്നെ നമ്മുടെ ലൈഫിൽ ചുറ്റും കാണാൻ പറ്റുക. പിന്നെ ഓവർ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് സമയം കളയേണ്ടതില്ല. അല്ലെങ്കിൽ നമ്മുടെ വേർത്തിനെ കുറിച്ച് നമ്മൾ സംശയിക്കില്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് പൊടിതട്ടി എടുക്കാൻ പറ്റും. നമ്മൾ സേഫാണ് എന്നുള്ള ചിന്ത നമുക്ക് വരാനായിട്ട് തുടങ്ങും. ക്രിയേറ്റിവിറ്റിയുടെ കാര്യം പറയാൻ കാരണം, ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷേ നമുക്കൊരു ബൗണ്ടറി ഇല്ലാത്തത് കാരണം പല ആൾക്കാരും പല ഉപദേശവും കാര്യങ്ങളുമായിട്ട് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ക്രിയേറ്റീവ് ആവാനായിട്ട് സാധിക്കില്ല. നമുക്കറിയണ്ടാവും ഇന്ന ബിസിനസ് ചെയ്താൽ സക്സസ് ആവും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഇതുവരെ ആരും ചെയ്യാത്തൊരു സംഗതി ആയതുകൊണ്ട് തന്നെ അത് വൈറലാവും. പക്ഷേ നമ്മുടെ ലൈഫിൽ ഒരു ബൗണ്ടറി ഇല്ല, അതുകൊണ്ട് തന്നെ കുറേ പേരിങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണെങ്കിൽ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനേ കഴിയില്ല, ക്രിയേറ്റീവ് ആവാൻ കഴിയേയില്ല. അപ്പോൾ ഈ ഒരു ബൗണ്ടറി സെറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, എപ്പോഴും നിങ്ങളെ ഒന്ന് നിരീക്ഷിക്കുക. ജേണൽ എഴുതുക. നിങ്ങളുടെ ഫീലിങ്സ് എപ്പോഴും ജേണൽ എഴുതുക. ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയും കൃത്യമായിട്ട് ജേണൽ എഴുതുക. എപ്പോഴും ചുറ്റുമുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഷോർട്ട് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുന്ന വാക്കുകൾ പരമാവധി ചുരുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആരോടാണെങ്കിലും സംസാരിച്ച് തുടങ്ങുമ്പോൾ നന്നായിട്ട് ബ്രീത്തൊക്കെ ചെയ്ത് കാം ഡൗൺ ചെയ്ത് സംസാരിച്ച് തുടങ്ങുന്നത് നല്ലതായിരിക്കും. നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. കണ്ണാടിക്ക് മുൻപിലും എഴുത്തിലൂടെയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങളെ സമാധാനിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പ്രെയർ, ജേണൽ പോലെ തന്നെ പ്രെയർ നിങ്ങൾക്ക് സമാധാനം തരുന്നുണ്ടെങ്കിൽ അത് മറക്കാതിരിക്കുക. നിങ്ങളുടെ ചുറ്റും നല്ല നല്ല ആൾക്കാരെ കൊണ്ട് നിറക്കാനായിട്ട് ശ്രമിക്കുക. അത് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാരില്ലെങ്കിൽ, നിങ്ങളുടെ ചുറ്റും നല്ല ആൾക്കാരില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടുള്ള ആൾക്കാരെ നിങ്ങളുടെ ചുറ്റും നിർത്തുക. നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വരും തലമുറക്ക് നല്ലൊരു റോൾ മോഡലായിട്ട് മാറുക. പോസിറ്റീവായിട്ടുള്ള നല്ലൊരു റോൾ മോഡലായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇത്രയും ട്രൈ ചെയ്യുന്നല്ലേ, അപ്പോൾ നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യുക. ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യമുണ്ട് കേട്ടോ. ഒന്ന്, നമ്മൾ പറയാത്ത അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കാത്ത ബൗണ്ടറി മറ്റുള്ളവർ ഫോളോ ചെയ്യാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുക. അതായത് നമ്മൾ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, എന്നോട് എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിൽ ചിന്തിച്ച കാര്യം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മറ്റുള്ളവർ ബൗണ്ടറി, നമ്മുടെ ഉള്ളിൽ നമ്മൾ തീരുമാനിച്ച ബൗണ്ടറി തെറ്റിക്കുമ്പോൾ അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. പറയേണ്ട കാര്യങ്ങൾ ക്ലിയറായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം. മറ്റൊന്ന്, നിങ്ങൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്ഷമ ചോദിക്കാതിരിക്കുക. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ക്ഷമ ചോദിക്കാതിരിക്കുക. ഞാൻ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ ചെറിയ മോന് കേട്ടിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് ലൈക്ക് ഐമൻ സെറ്റ്, നോ പറഞ്ഞാൽ നോ, അതിൽ ക്ഷമ ചോദിക്കേണ്ടതില്ല എന്ന്. ഞാൻ ഈ ഒരു കാര്യം കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ ഇക്ലിയാക്കുന്ന സമയത്ത് ആൾ പറഞ്ഞു റെസ്പെക്റ്റ് മൈ ബൗണ്ടറീസ് എന്ന്. ഇക്ലിയാക്കാൻ പാടില്ല. എൻ്റെ മോന് 6 വയസ്സ് മാത്രമേ ഉള്ളൂ, പക്ഷേ ആൾ ഈ കാര്യങ്ങളൊക്കെയും ചെറിയ പ്രായം മുതലേ തന്നെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് പരമാവധി ശബ്ദം കൂട്ടി സംസാരിക്കാതിരിക്കുക. പറയേണ്ട കാര്യങ്ങൾ സാവധാനം വളരെ നോർമലായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, അല്ലാതെ സ്നേഹം എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് അല്ല. അത് പണ്ട് മുതലേ നമ്മൾ തെറ്റിദ്ധരിച്ചൊരു സംഗതിയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ആണ് എന്നുള്ളത്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ സാക്രിഫൈസ് കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ ഇഷ്ടമില്ലാതെ കഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് സാക്രിഫൈസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരിക്കലും സമാധാനം നിലനിർത്താനായിട്ട് നിങ്ങളുടെ ബൗണ്ടറി നിങ്ങളായിട്ട് വെട്ടിക്കളയാതിരിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് ചുറ്റുമുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണിച്ചേക്കാം, പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ബൗണ്ടറി റെസ്പെക്റ്റ് ചെയ്യുന്നതായിരിക്കും. ബൗണ്ടറി സെറ്റിങ്ങുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. അടുത്ത് വരാനിരിക്കുന്ന ബൗണ്ടറി സെറ്റിംഗ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.